رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, സഹോദരികളെ, കാരുണ്യവാനായ സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകൾ അനുധാവനം ചെയ്യണമേ എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ദഅവാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെന്ററിൻ്റെ മൻസൂറ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് നമ്മളുള്ളത്. ഇവിടെ അവതരിപ്പിക്കപ്പെടേണ്ട വിഷയം അദ്ദുആഉ ലില്ലാഹി ഫഖത്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശത്തെക്കുറിച്ചാണ്. ഈ ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്താണ് എന്ന് വിശുദ്ധ ഖുർആനിന്റെ പല അധ്യായങ്ങളിലൂടെയും വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ മുഅ്മിനൂൻ എന്ന അധ്യായത്തിലെ 115-ാമത്തെ വചനത്തിൽ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നും എന്നിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു വരികയില്ല എന്നതാണോ നിങ്ങളുടെ വിചാരമെന്നും അള്ളാഹു ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിലൂടെ സഞ്ചരിച്ചെങ്കിൽ, മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പരലോക മോക്ഷം നേടാനാവൂ എന്നുമാണ് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു ദാരിയാത്തിലെ 56-ാമത്തെ വചനം, ഈ വചനത്തിലൂടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ മനുഷ്യവംശത്തെ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും എന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരിൽ നിന്ന് ഞാൻ ഭക്ഷണം ആഗ്രഹിക്കുന്നില്ല, അവർ എന്നെ ഭക്ഷിപ്പിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യരെ സൃഷ്ടിച്ചതിന്റെ ആത്യന്തിക ലക്ഷ്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഏകനായ സൃഷ്ടാവിന് മാത്രം ആരാധന സമർപ്പിക്കണം, ഈ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ വിഷയം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യുഗാന്തരങ്ങളിലൂടെ പ്രവാചകന്മാർ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. മൗലികമായ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. ലോകത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രവാചകന്മാരും മനുഷ്യന്റെ ആത്യന്തികമായ ഈ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ഖുർആനിന്റെ 7-ാം അധ്യായം അറാഫിലെ 59-ാമത്തെ വചനം, ലോകത്തിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം
ആദം നബി അലൈഹിസ്സലാം നബി എന്ന ഗണത്തിലാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നബി എന്ന പദവും റസൂൽ എന്ന പദവും ചില പ്രത്യേകമായ വ്യത്യാസങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആദം നബി അലൈഹിസ്സലാം അല്ല ഒന്നാമത്തെ പ്രവാചകനെന്നും നോഹ് നബി അലൈഹിസ്സലാമാണ് ഒന്നാമത്തെ പ്രവാചകനെന്നും ഇതു സംബന്ധമായിട്ടുള്ള വിശദീകരണങ്ങളിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ചർച്ചയിലേക്കോ വിശദീകരണത്തിലേക്കോ കടന്നു പോകാൻ ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 950 കൊല്ലമായിരുന്നു നോഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത്. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ നിങ്ങൾ സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും ഉടമസ്ഥനുമായ ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കണം. റഈസുൽ മുഫസ്സിരീൻ തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, അബ്ബാസിന്റെ മകൻ എന്ന പേരിലാണ് പ്രസിദ്ധനായി തീർന്നത്. അബ്ദുല്ല എന്നാണ് യഥാർത്ഥത്തിലുള്ള പേര്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന വിഷയ സംബന്ധമായി വന്നിട്ടുള്ള ആയത്തുകളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, യഅ്ബുദുല്ലാ എന്നതിന്റെ അർത്ഥം അള്ളാഹുവിനെ ആരാധിക്കണം എന്നല്ല. ആ വാക്യത്തിന് ഭാഷാപരമായ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. യഅ്ബുദുല്ലാ എന്ന് പറയുമ്പോ അൻ യുവഹിദൂഹു, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഏകനാക്കണം, ഏകനായ അള്ളാഹുവിന് മാത്രം ആരാധന കൊടുക്കണം എന്നതാണ് യഅ്ബുദുല്ലാ. അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചേർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ അർത്ഥമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. നോഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലമാണ് ഈ ആദർശം, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിച്ചത്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ ആദർശം ഉൾക്കൊണ്ടത് എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അത് മറ്റൊരു ചരിത്രമാണ്. പിന്നീട് കടന്നു വന്ന ഹൂദ് നബി അലൈഹിസ്സലാം, ആദ് ഗോത്രത്തിലേക്കാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത്. ഹൂദ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് ഇതേ ആദർശമാണ് സംസാരിച്ചത്. യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. അറാഫിലെ തന്നെ 65-ാമത്തെ വചനം. ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് മാത്രം ആരാധന നടത്തണം, ഇബാദത്ത് ചെയ്യണം, മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. ശേഷം കടന്നു വന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹവും ഇതേ ആദർശം തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ വെച്ചത് എന്ന് 7-ാം അധ്യായമായ അറാഫിലെ തന്നെ 73-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ഖുർആൻ പറഞ്ഞു, വഇലാ മദിയൻ അഖാഹും ശുഐബൻ, മദിയനിലേക്ക് ഞാൻ ശുഐബിനെ നിയോഗിച്ചു. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അള്ളാഹുവല്ലാത്ത മറ്റൊരു ആരാധ്യനും നിങ്ങൾക്കില്ല. തൗഹീദിന്റെ ആദർശം അദ്ദേഹവും ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്.